തിരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നിലവിൽ മദ്യനിരോധനമുണ്ട്. അപ്പോൾ ഇനി ഈ അടുത്ത സർക്കാർ, അതായത് RJD അല്ലെങ്കിൽ തേജസ്വി യാദവിന്റെ മുന്നണി വന്നാൽ മദ്യനിരോധനം എടുത്തു നീക്കും എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ബീഹാറിൽ ഈ മദ്യനിരോധനം നിലനിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ സമാധാനമാണ്. എങ്കിൽ പോലും അവിടെ ഈ അനധികൃതമായ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും 2016 അവിടെ മദ്യനിരോധനം നിലവിൽ വന്നത്. ഈ മദ്യനിരോധനം നിലവിൽ വന്നെങ്കിലും ഈ പ്രാദേശിക പാനീയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കള്ള് എന്ന് പറയത്തില്ലേ, അവിടെ താടി എന്നാണ് പറയുന്നത്. അതായത് ഈ പനങ്കള്ളാണ്. ഈ പനങ്കള്ളിലാണ് അവിടുത്തെ സാധാരണഗതിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനും നിരോധനം വന്നു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ചെത്തിയെടുക്കുന്ന അല്ല ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൽ തന്നെ പാസി എന്ന് പറയുന്ന ദലിതന്മാരിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള സാമ്പത്തികമായിട്ട് ഒരുപാട് താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുമ്പോൾ ഈ മേഖലയിലേക്ക് മദ്യം ഒഴുകിയെത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. നമ്മുടെ അയൽ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ നേപ്പാളിൽ നിന്ന് അനധികൃതമായിട്ട് മദ്യം കൊണ്ടുവരും. അതുപോലെ തന്നെ നദി വഴി കടത്തൊക്കെ വരത്തില്ല എന്ന് പറയുന്നത് മദ്യം കൊണ്ടുവരും. 500 രൂപ നേപ്പാളിൽ വിലയുള്ളൊരു മദ്യം 2000 രൂപയ്ക്കും 2500 രൂപയ്ക്കും എന്തിന് 3000 രൂപയ്ക്ക് വരെയാണ് ഈ പറയുന്ന ബീഹാറിൽ വിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പൈസ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, മുതലാളിമാർ, ജന്മിമാരെന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അവരൊക്കെ ഈ കൂടുതൽ പണം കൊടുത്ത് ഇത് മേടിക്കും. പക്ഷേ സാധാരണക്കാർക്ക് അത്രയും പണം കൊടുത്ത് ഇത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് UPയിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്നൊക്കെ തന്നെ മദ്യം കടത്തിക്കൊണ്ട് വരുന്ന സാഹചര്യമുണ്ട്. ഈ മദ്യം കടത്തിക്കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഈ കള്ളച്ചാരായം എന്നൊക്കെ പറയത്തില്ലേ, കള്ളവാറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ വാറ്റ് നടത്തുന്ന സമ്പ്രദായം അവിടെയുണ്ട്. ആ മദ്യം അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ ഇപ്പം പറയുന്നത് എന്താ, പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിൽ ഒരു സഖ്യം അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശാന്ത് കിഷോർ പറയുകയാണ്, ഒരു വർഷം ഈ മദ്യനിരോധനം ഉള്ളതുകൊണ്ട് ആ സംസ്ഥാനത്തിന് നഷ്ടം 20,000 കോടി രൂപയാണ്. ഇത്രയും രൂപ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും മദ്യം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മദ്യം കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാജ മദ്യം കുറേ അധികം ആളുകൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ വിൽപ്പന നടത്തുന്നു. അതൊരു താഴെ തട്ടിലുള്ള ആൾക്കാർ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്നാൽ നേപ്പാളിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന്, UPയിൽ നിന്നൊക്കെ മദ്യം കടത്തിക്കൊണ്ടുവരും. എന്നിട്ട് ഇത് കൂടിയ വിലയ്ക്ക് വയ്ക്കുമ്പോൾ ഒരു കുപ്പി മദ്യത്തിൻ്റെ പുറത്ത് 2000-2500 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ പണക്കാരാകും. അപ്പോൾ ഇന്നലെ വരെ സൈക്കിളിൽ നടന്ന ആൾക്കാർ പലരും ഇന്ന് ആഡംബര കാറിൽ പോകുന്നു, വലിയ വീടുകൾ വെക്കുന്നു. ഇതിനൊക്കെ പണം ഇവിടുന്ന് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിൽ അവിടുത്തെ സർക്കാരിൻ്റെ ഈ നിരോധനത്തെ കൃത്യമായിട്ട് മറികടക്കുക ചെയ്യുന്നത്. ഈ മറികടക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പങ്കുണ്ടല്ലോ, ഷെയർ കൊടുക്കണം. അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കണം, പോലീസുകാർക്ക് കൊടുക്കണം, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ കള്ളക്കച്ചവടം നടക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോലീസിന് ഇതിൻ്റെ സർവ്വ സ്വാതന്ത്ര്യം സർക്കാർ നൽകുക. അതായത് നിങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, മദ്യം കൊണ്ടുവരാൻ പാടില്ല, അവിടെ ബാക്കിയുള്ള കച്ചവടം ഒന്നും നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് മുഖം നോക്കാതെ നടപടി എടുക്കണം. പക്ഷേ അവിടുത്തെ പോലീസ് എന്താ ചെയ്യുന്നറിയോ, മുഖം നോക്കി, ജാതി നോക്കി, സ്ഥാനമാനങ്ങൾ നോക്കിയാണ് നടപടി എടുക്കുന്നത്. അതായത് മദ്യം കടത്തുന്ന വലിയ ഉന്നത പദവിയിലുള്ളവരോ ഉന്നത സമുദായത്തിലുള്ളവരാണെങ്കിൽ അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. തികച്ച് നിരപരാധികളായ ഒരുപാട് പേരെ പിടികൂടും. അതായത് കള്ളവാറ്റ് നടത്തുന്നെന്നോ അല്ലെങ്കിൽ ഈ മദ്യക്കുപ്പിയുമായിട്ട് ആരെങ്കിലും മറ്റൊരാൾക്ക് കൊണ്ടുപോകുന്നോ, ഇത് കൊണ്ടുപോകുന്ന ആരാ, നേരത്തെ ഞാൻ പറഞ്ഞ പാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഇവരിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ പിടിച്ച് ജയിലിടും. അപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഈ മദ്യനിരോധനം എടുത്ത് മാറ്റിയാൽ മതി. കാരണം അവിടെ പനങ്കള്ള് വിൽക്കാനുള്ള ഒരു അനുമതി കൊടുത്താൽ ഈ പകുതി പ്രശ്നം തീരും. എന്തിന്, തേജസ്വി യാദവ് ഉൾപ്പെടുന്ന കോൺഗ്രസ് സഖ്യം പോലും പറയുന്നത് ഞങ്ങൾ അധികാരത്തിലേറിയാൽ ഉടൻ തന്നെ മദ്യനിരോധനം ഭാഗികമായി പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ പനങ്ങളെങ്കിലും ഉപയോഗിക്കാനുള്ള അനുമതി നൽകും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ സ്ത്രീകൾ, ബാക്കിയുള്ള കുട്ടികളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം വ്യാജമദ്യം കഴിച്ചിട്ട് വരുന്ന ആൾക്കാർ ഈ ബീഹാറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ആ സംസ്ഥാനം സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നു പോയി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം പറയുന്നത്. അപ്പോൾ തേജസ്വി യാദവ് പറയുന്നതും അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നതും ഏതാണ്ട് ഒരേ കാര്യമാണ്. എന്തിനാണ് സംസ്ഥാനത്തിന് അത്രയധികം പണം നഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ബീഹാർ ഇലക്ഷന് ഇനി കഷ്ടിച്ച് 5-6 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ഈ പറയുന്ന ഭരണകക്ഷിക്കൊപ്പം നിൽക്കും. അതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെയാണ് ഈ മദ്യനിരോധനം നടപ്പാക്കിയത്. മദ്യനിരോധനം നടപ്പാക്കിയതുകൊണ്ട് അതുവരെ വീടുകളിലുണ്ടായിരുന്ന ഭർത്തൃപീഡനങ്ങൾ, അതായത് ഉപദ്രവിക്കുമല്ലോ, കള്ളു കുടിച്ചിട്ട് വന്ന് ഭാര്യമാരെ ഉപദ്രവിക്കുന്നു, സഹോദരിമാരെ ബുദ്ധിമുട്ടിക്കുന്നു, അങ്ങനെ ആ കിട്ടുന്ന പണം മുഴുവൻ കള്ളു കുടിച്ച് ആ കുടുംബജീവിതത്തെ തകർക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. മാത്രമല്ല അവർക്ക് ഈ പറയുന്ന വലിയ കൂലിയൊന്നും കിട്ടില്ല. ജോലിക്ക് കിട്ടുന്ന കൂലിയിൽ ഒരു വലിയ ശതമാനം, ഇപ്പോൾ ഈ 500 രൂപയ്ക്ക് കടത്തിക്കൊണ്ട് വരുന്ന
മദ്യം 2500 രൂപയ്ക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര രൂപ നഷ്ടമാണ്. അപ്പോൾ 5-6 ദിവസം ജോലി ചെയ്യുന്ന കൂലിയായിരിക്കും ഇത് നഷ്ടപ്പെടുന്നത്. എന്തിനാണ് ജനങ്ങളുടെ പണം അങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്രശാന്ത് കിഷോർ ഈ ഒരു നിലപാട് എടുക്കുമ്പോഴത്തേക്കും ബീഹാറിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ രാഷ്ട്രീയ നീക്കമാണ്. ഈ നീക്കത്തിനുള്ളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് സംശയം. അതുകൊണ്ടാണ് കോൺഗ്രസും തേജസ്വി യാദവിൻ്റെ RJDയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത് ഞങ്ങളും ഇതിന് സമാനമായ നിലപാട് സ്വീകരിക്കും. കാരണം പനങ്കള്ള് കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? മാത്രമല്ല ഈ പനങ്കള്ള് ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവിടുത്തെ ഈ അതിദരിദ്രരായ ദളിതന്മാരെ പിടിച്ച് ജയിലിലിട്ടേക്കാണ്. ഇനി അതിന് അനുവദിക്കില്ല. അപ്പോൾ ആ മേഖലയിലുള്ള സാധാരണക്കാരായ പിന്നോക്കക്കാരായ ആളുകൾ വിചാരിക്കുന്നത് എന്താ? ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യം അധികാരത്തിലേക്ക് വന്നാൽ ഈ പ്രശ്നം തീരും. ശരിയാണ്, വ്യാജമദ്യം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് കൃത്യമായിട്ട് മദ്യം ഉപയോഗിക്കാനുള്ള അനുമതി അവിടുത്തെ ഭരണകൂടം കൊടുക്കാതിരിക്കുന്നുണ്ടാണ്. ഭരണകൂടം ഈ അനുമതി കൊടുത്താൽ ഈ വ്യാജമദ്യം ഉണ്ടാക്കില്ല, നേപ്പാളിൽ നിന്ന് മദ്യം കടത്തില്ല. അപ്പോൾ 500 രൂപ വിലയുള്ള മദ്യം ഇവിടെ വൻതോതിൽ വിറ്റഴിക്കുമ്പോൾ വലിയ തോതിലുള്ള സമ്പന്നന്മാർ അവിടെ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ സമ്പന്നന്മാരിൽ ഒരു തുക പോലീസിന് കൊടുക്കുന്നു, ഒരു തുക രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു, മറ്റൊരു തുക അവിടുത്തെ ഉദ്യോഗസ്ഥത്തിന് കൊടുക്കുന്നു. എന്തിനാണ് ആ പണം കൊടുക്കുന്നത്? മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ ഖജനാവിനെ കാലിയാക്കുന്ന ഒരു നിലപാടാണിത്. നമുക്ക് 20,000 കോടി രൂപ കിട്ടുമെങ്കിൽ ആ നീക്കത്തിൽ പൊയ്ക്കൂടെ? അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം തീർച്ചയായിട്ടും മദ്യം എന്ന് പറയുമ്പോൾ കുറേ വിഭാഗങ്ങൾക്ക്, കുറേ ആളുകൾക്കൊക്കെ വല്ലാത്തൊരു അഡിക്ഷൻ ആയിട്ടുള്ളവരൊക്കെ കാണും. അപ്പോൾ ഇത് ഒളിച്ചും പാത്തും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മദ്യം സുലഭമായി കിട്ടും. പക്ഷേ എങ്കിൽ പോലും ഇത് പിന്നെ കുടിച്ചിട്ട് കാർ ഓടിച്ചാൽ വാഹനം പിടിക്കും, ഇത് കൈ കൊണ്ട് പിന്നെ യാത്ര ചെയ്താൽ പിന്നെ പിടിക്കപ്പെടും. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ നമുക്കും ലോട്ടറിയിലും പിന്നെ മദ്യത്തിലുമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത്. ഒരു പരിധി വരെ അത് നിർത്തലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ അനധികൃതമായ കടത്ത്, വ്യാജ മദ്യങ്ങൾ, ഈ വാറ്റ് ഇതുപോലുള്ളത് നിർത്തിയിട്ട് ഈ വലിയ പൈസയൊക്കെ കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ വാറ്റുകൾ ഈ ചാരായം മാറ്റുന്നതിൽ തന്നെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ മദ്യ ദുരന്തം പോലെയുള്ളവ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് എന്ത് വിട്ട് വാറ്റി ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത് അട്ടയിട്ടു ബാറ്ററിയൊക്കെ ഇട്ട് മാറ്റി ചിലപ്പോൾ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. ഈ മദ്യം കുടിച്ചാൽ ലഹരി പിടിക്കണം, തലയ്ക്ക് പിടിക്കണം എന്ന് നമ്മൾ പറയത്തില്ല. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ബീഹാറിൽ 30 വ്യാജ മദ്യ ദുരന്തം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനധികൃതമായി ഉണ്ടാകുന്ന മദ്യം കുടിച്ചിട്ടും 30 ദുരന്തങ്ങളുണ്ടായി. മരിച്ചവരുടെ എണ്ണം 190. അപ്പോൾ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഇത് മദ്യം കുടിക്കാൻ അഡിക്ഷനുള്ള ആൾക്കാർ എവിടെ നിന്ന് വേണമെങ്കിലും മദ്യം, അപ്പോൾ അതിനകത്ത് ബാറ്ററി ഇട്ടുണ്ടാക്കുന്നുണ്ടോ അതെ വേറെ എന്തെങ്കിലും വിഷമദ്യം വസ്തു ചേർക്കുന്നുണ്ടോ, അവർക്ക് എന്തെടുക്കണം? ലഹരി കിട്ടണം. ആ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അനധികൃതമായുള്ള മാറ്റ് നടത്തും. ഈ മാറ്റ് നടത്തുമ്പോൾ പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന സുരക്ഷ ഏർപ്പെടുത്തേണ്ട സൈനിക വിഭാഗങ്ങളോ നിയന്ത്രണം ഏർപ്പെടുത്തണം. പക്ഷേ ഇവരുടെ ഇന്ന് പൈസ മേടിക്കുക ചെയ്യുന്നത്. ആ പൈസ മേടിക്കുന്നതുകൊണ്ടാണ് ഈ മഹാവീർ സഖ്യം എന്നൊക്കെ പറയുന്ന സഖ്യം പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന സമ്പൂർണ്ണ മദ്യ നിരോധനം അവസാനിപ്പിക്കും. ഒരു നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യ നിരോധനമാണ് അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തുന്നതെന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ദരിദ്രരായ ദളിത് വിഭാഗങ്ങളുണ്ടല്ലോ, അവരവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, കൊലപാതകങ്ങൾ പോലും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വ്യാജ മദ്യ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടാണ്. എന്തായാലും ബീഹാറിൻ്റെ വോട്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരാബ് ബന്ദ് എന്ന് പറഞ്ഞാൽ മദ്യനിരോധനം എന്നാണ് അർത്ഥം. ശരാബ് ബന്ദ് നടപ്പാക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് തന്നെ വോട്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളിലും ആ സമയത്ത് വീണ്ടും ശരാബ് ബന്ദ് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്നു. BJP ഉൾപ്പെടുന്ന സഖ്യം ശരാബ് ബന്ദ് എന്തായാലും പിൻവലിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലോ അതല്ല തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ശരാബ് ബന്ദ് പിൻവലിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ ബീഹാർ വീണ്ടും മദ്യം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറും. അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. തീർച്ചയായിട്ടും.